നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റമാണ് ആ സിനിമ. അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേനും ഭയങ്കര ഭീകരതയുള്ളൊരു ക്ലൈമാക്സാണ്. മോളും പേടിക്കണം, വലുതാവുമ്പം രക്ഷപ്പെടാനാവില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു 3 ഇമോഷണൽ സാഡ് എൻഡിങ്ങുള്ള 3 മലയാള സിനിമ. അത്യാവശ്യം ഞാൻ ഇമോഷണൽ ആയിട്ടുള്ള ഒരു 3 സിനിമകളുടെ പേരാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തേത് തനിയാവർത്തനം. മമ്മൂട്ടിയുടെ ഒരു ഗംഭീര പെർഫോമൻസ് ഉള്ളൊരു സിനിമയാണ്. എനിക്ക് ആ സിനിമയുടെ ഭീകരത ഇപ്പോഴും മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. എന്തൊരു അവസ്ഥയാണ് ആ ക്യാരക്ടറിനകത്ത് അനുഭവിച്ചേക്കുന്നത്. ഒട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ മമ്മൂട്ടി ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സിനിമ സതയം. അത് ഇതുപോലെ തന്നെ മോഹൻലാൽ. നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റമാണ് ആ സിനിമ. അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേനും ഭയങ്കര ഭീകരതയുള്ളൊരു ക്ലൈമാക്സാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കണം എന്തായാലും. മൂന്നാമത്തെ സിനിമ ഉത്സവപ്പിറ്റേന്ന്. അത് ആ സിനിമയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, നിങ്ങൾ വെറുതെ ഒന്ന് കണ്ടു നോക്കുക. മോഹൻലാലിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും. ഭയങ്കര സാഡ് പടമാണ്. ഞാനിതൊന്നും അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ട്രോമയിലായി പോയി പടങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് മോഹൻലാലിൻ്റെ കിരീടവും ചെങ്കോലും എല്ലാം. പക്ഷേ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പടമാണ് ഉത്സവപ്പിറ്റേന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെറുതെ ഒന്ന് കണ്ടു നോക്കുക.